പത്തരമാറ്റിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയ്ക്ക് അച്ഛൻ എടുത്തു കൊടുത്തു എന്ന് പറയുന്ന ആ സ്ഥലം കാണണമെന്ന് വാശി പിടിക്കുകയാണ് ദേവയാനി. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് അനാമികയുള്ളത്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും എനിക്കത് കണ്ടേ പറ്റുകയുള്ളൂ, കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, പ്രോപ്പർട്ടിയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ദേവയാനിയും നയനയും അനാമികയും പോകുന്നുണ്ട്. ആ സമയത്ത് വേണുവും അവിടെ എത്തിയിരുന്നു. അങ്ങനെ പ്രോപ്പർട്ടിയെക്കുറിച്ചും ഒക്കെ അവർ സംസാരിക്കുകയാണ്, വാതോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ തക്ക മറുപടി എന്നുള്ള രീതിയിലും അതുപോലെ ആ കള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരാനും അതൊരു കള്ളത്തരമാണ് എന്നുള്ള ആ ഒരു അറിവിൽ ദേവയാനി അവരോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് അനാമികയുള്ളത്. അങ്ങനെ അനാമികയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ഈ സ്ഥലം അല്ലാതെ വേറെ സ്ഥലം ഉണ്ട് എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട്, അത് എവിടെയാണെന്ന് പോലും മോൾക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് വേണുവിനോട് ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അതൊക്കെ കണ്ടേ പറ്റുകയുള്ളൂ, എനിക്കതൊക്കെ ഒന്ന് കാണിച്ച് തരണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിയോടാണെങ്കിൽ കാണിച്ചു തരാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നിൽക്കുകയാണ് വേണു. അങ്ങനെ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ കണ്ടാൽ പോരെ വല്യമ്മേ, ഇപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല അതെന്താ തിരക്ക്, ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കണ്ടാൽ പ്രശ്നമാവുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, നമ്മുടെ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്ത് പ്രശ്നമാണ് എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി ഇങ്ങനെ സംശയത്തോടു കൂടി തന്നെ ഉള്ളിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ നോക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടേതല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാ സമാധാനത്തോടു കൂടി നിൽക്കുക, അത് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാണ് എൻ്റെ പ്ലാൻ, പക്ഷേ അത് ഒരിക്കലും പറയില്ല എന്നുള്ള ആ ഒരു തരത്തിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്, വല്ലാത്ത കഴിവ് തന്നെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദു അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് വേണുവും അനാമികയും ചോദിക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങോട്ട് വന്നത്, ഇവളെയും കൂടെ നിങ്ങൾ വിളിച്ചു വരുത്തിയതാണോ, എന്തിനാ എനിക്ക് ഇവളെ കാണുന്നത് പോലും ദേഷ്യമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നന്ദു ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ മുമ്പിൽ കാഴ്ച വയ്ക്കാനല്ല ഞാനിങ്ങോട്ട് വന്നത്, എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്യാനുണ്ട്, അത് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ല നിങ്ങളെന്താ ഈ സ്ഥലത്ത് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് ശരി, ഞങ്ങളുടെ സ്ഥലത്ത് പിന്നെ ഞങ്ങളല്ലാതെ പിന്നെ വേറെ ആരാ വരിക എന്നൊക്കെ വീണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങളെ സ്ഥലമോ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായില്ല, ഈ സ്ഥലം നിങ്ങളുടേത് തന്നെയാണോ, എങ്കിൽ ആ കാറിലിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ്, അതിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ അവകാശം അയാൾക്കാണല്ലോ ഉള്ളത്, അയാളുടെ പ്രോപ്പർട്ടി ആണല്ലോ ഇത്, നിങ്ങളെന്താ കള്ളം പറയുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു. അപ്പോൾ ആ സമയത്ത് വേണു ചോദിക്കുന്നുണ്ട്, ഏതാൾ, ഏത് പ്രോപ്പർട്ടി, ഇത് എൻ്റെ സ്ഥലമാണ്, ഞാൻ പൈസ കൊടുത്തിട്ട് കണ്ണായ സ്ഥലത്ത് പൈസ കൊടുത്തിട്ട് അത്രയും വില കൊടുത്ത് വാങ്ങിയതാണ് എൻ്റെ മോൾക്ക് വേണ്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, നിർത്തടോ, കള്ളം പറയുന്നോ, ഇതിൻ്റെ യഥാർത്ഥ ഉടമയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്, അന്നേ നിങ്ങൾ ഇത് വലിയ ഒരു അഹങ്കാരമാക്കിയിട്ടും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയെ തരം താഴ്ത്തിയിട്ടും എൻ്റെ അച്ഛനൊന്നും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തരം താഴ്ത്തി കൊണ്ട് നടക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പിന്നെ വല്യമ്മ ഇങ്ങോട്ട് പോന്നു എന്ന് ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക്, ചേച്ചിയും ഇങ്ങോട്ട് പോരുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് എനിക്കും കണ്ടെത്തണമെന്നുള്ളൊരു അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, അങ്ങനെയാണ് യഥാർത്ഥ ഉടമയെ ഞാൻ കണ്ടെത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ആ യഥാർത്ഥ ഉടമയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല വേണു, ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇനി ആരെയാണ് നീ പറ്റിക്കാൻ നോക്കുന്നത്, എൻ്റെ സ്ഥലത്ത് നിന്ന് പൊക്കോണം, ഈ ഭാഗത്തേക്ക് നിന്നെ കണ്ടു പോവരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നത്, നീ ഈ പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ, എല്ലാം നന്ദു എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട്, നിങ്ങളോ, സാറെന്തായി ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് വിഷയം മാറ്റാൻ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ശരി, ഞാനെന്താ ഇവിടെ എന്ന് ചോദിക്കുക, എൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാനെന്താ ഇവിടെ എന്നാണോ ചോദിക്കുന്നത്, ഇതെൻ്റെ സ്ഥലമാണ് എന്നുള്ളത് നിനക്കറിയില്ലേ, പിന്നെ നീ ഇവരെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവന്നതാണ് എന്നുള്ളതൊക്കെ എന്നോട് ഈ സാറ് പറഞ്ഞു, ഈ മാഡം പറഞ്ഞു എന്നൊക്കെ പറയുകയാണ്. ആ സമയത്താകെ നാണം കെട്ട് നിൽക്കുകയാണ് വേണുവും അതുപോലെ തന്നെ അനാമികയും. ആ സമയത്ത് ദേവയാനി അനാമികയോട് ചൂടാവുന്നുണ്ട്, ഇടി നീ എന്ത് പറഞ്ഞാണ് അവിടെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്, എല്ലാവരോടും നീ ഓരോ കള്ളത്തരം പറഞ്ഞിട്ട് അവിടെ നീ നാടകം കളിക്കുകയാണല്ലേടി, എന്തായാലും നിൻ്റെ അമ്മായിയമ്മ നിന്നെ ഒരുപാട് വിശ്വസിച്ചും സ്നേഹിച്ചും നിൽക്കുകയാണ്, ആ പാവത്തിനെയും നീ ചതിക്കുകയായിരുന്നല്ലോ, അനുയുടെയും ഞങ്ങളുടെയും കാര്യമൊക്കെ പോട്ടെ, എല്ലാ കാര്യത്തിലും നിനക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ആ അമ്മായിയമ്മ, ഒരു അമ്മായിയമ്മ വീട്ടിലുണ്ടല്ലോ, അതിനെയും കൂടി നീ വഞ്ചിക്കുകയാണല്ലേടി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അനാമികയും നമ്മുടെ ദേവയാനിയോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്, ഇനി ഇത്രയും നാൾ ഞാൻ വല്യമ്മ എന്ന് പറഞ്ഞു നടന്ന എല്ലാ ബഹുമാനം കൊണ്ടാണ്, ഇനി ആ ഒരു കാര്യം എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട,
നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. അമ്മയെ ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല. അമ്മ അത്രയ്ക്കും എന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞാനിതുപോലെ ഓരോന്ന് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നെ തിരുത്താൻ ആർക്കും കഴിയില്ല. എന്നെ തിരുത്താൻ വരാൻ നോക്കണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അതൊക്കെ നീ വല്യമ്മയോട് പറയും. പക്ഷെ നീ എൻ്റെ മുന്നിൽ നിന്ന് നീ എന്നോട് കൈ ചൂണ്ടി പറ. അപ്പോൾ നിനക്ക് അറിയാം വിവരം എന്താണ് എന്നുള്ളത്. പിന്നെ നീ പുറം ലോകം കാണില്ല. അതുകൊണ്ട് വിരട്ടലും ഒക്കെ അവിടെ നിർത്തിയിട്ട് അടങ്ങി ഒതുങ്ങി പത്തി താഴ്ത്തി ജീവിച്ചാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീ പുറം ലോകം ഒരിക്കലും കാണാത്ത വിധത്തിൽ നിന്നെ ഞാൻ കെട്ടിപ്പൂട്ടിയിടും. ഇത് എപ്പോഴും പറയുന്നത് പോലെയാണ് എന്ന് നീ കരുതണ്ട. അതുപോലെ എപ്പോഴും നിന്നെ വെറുതെ വിടും എന്നും കരുതണ്ട. ഒരു നാൾ നിന്നെ ഞാൻ പൂട്ടുന്നുണ്ട്. പക്ഷേ 1-2 കാര്യങ്ങളും കൂടെ എനിക്ക് തെളിയിക്കാനുണ്ട്. അതും കൂടെ തെളിയിച്ചിട്ട് നിന്നെ 8ൻ്റെ പണി തന്നിട്ട് ഞാൻ പൂട്ടുമെടി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ്.